ഹലോ അസ്സാം വലൈക്കും. അപ്പം വൈകുന്നേരമായപ്പോൾ ചായക്ക് എന്താണ് കൂടെ കഴിക്കുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു റെസിപ്പി മനസ്സിലേക്ക് വന്നു. വിചാരിച്ചു എന്നാൽ ഉണ്ടാക്കാം, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് വെജിറ്റബിൾസ്, കുക്കുംബർ, ഒനിയന്, മല്ലിയില, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി എടുത്ത് ഒരു ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡിൻ്റെ ചുറ്റുള്ള ഈ ബ്രൗൺ കളർ ഭാഗം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം മാത്രം മിക്സിയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, ഇനി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സാക്കിയിട്ടിടാം. മിക്സാക്കിയിട്ട് ഇതിലേക്ക് മയോണൈസിൻ്റെ ആവശ്യമുണ്ട്. മയോണൈസ് വീട്ടിൽ വാങ്ങി വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതെല്ലാം നമ്മൾ വേവിച്ചതാണെങ്കിലും അതൊന്ന് പൊടിച്ചതിന് ശേഷം ഈ ഒരു ടൈമിൽ മയോണൈസൊക്കെ മിക്സ് ആക്കിയ സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ചിക്കന് ഇവിടെ എടുത്തിട്ടില്ല. അങ്ങനെ ഇത് സെറ്റാക്കിയിട്ട് ഞാനിതൊന്ന് ഫ്രീസറിൽ ഒന്ന് തിക്കാവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ബ്രെഡ് എടുക്കുക. മുട്ടയുടെ വെള്ളയിൽ ഇതുപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് എടുക്കുക. അതിലിതേപോലെ എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ പൊടി ആവുന്ന പോലെ ഇതുപോലെ നന്നായിട്ട് ചുറ്റി ഒന്ന് ജസ്റ്റ് മുകളിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്രെഡ് തമ്മിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒരുപാട് അങ്ങോട്ടും മറിച്ചിട്ട് കളിക്കരുത്, ഒരു 2 വട്ടം മതി. അതുപോലെ അതിന് വേണ്ടിയിട്ട് ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിടാം. പിന്നെ അതുപോലെ അടുത്ത ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് ഇനി നമുക്ക് ആ ബാറ്ററി ഇതിലേക്ക് ഫില്ലാക്കി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കത്രിക എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഒന്നിങ്ങനെ കുത്തി തിക്കായിട്ട് ഇതിനുള്ളിൽ നിറച്ച് വെക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ പണി, പെട്ടെന്ന് കഴിയും. വലിയ ബ്രെഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പണിയേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ എന്തായാലും ഇത് കഴിക്കും. കാരണം ബ്രെഡ് പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. കെച്ചപ്പും കൂട്ടിയിട്ട് മയോണൈസൊക്കെ ആയതുകൊണ്ട് എന്തായാലും കുട്ടികൾ കഴിക്കും. അപ്പം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. മാത്രമല്ല ഈവനിങ്ങിലൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.